8/2019 എറണാകുളത്തുള്ള മരടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ലീനിങ് തൊഴിലാളികളാണ് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും വരികയാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്നത് അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇവർ പോവുകയും ചെയ്തു. അപ്പോഴാണ് ഇവർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഡ്രമ്മായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ അകത്ത് നിന്നാണ് ഈ സ്മെല്ലും കാര്യങ്ങളും വരുന്നത്. മറിച്ചാണ് ഈ ഡ്രമ്മും കാര്യങ്ങളും ഒറ്റക്ക് ഒരിക്കലും പൊന്തിക്കാൻ വരെ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. ആ ഡ്രമ്മിൻ്റെ അകത്ത് മുഴുവനായിട്ട് കോൺക്രീറ്റ് ഇട്ട രീതിയിലായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ആളുകളാണ് ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയും. പിന്നീടാണ് പോലീസുകാർ ആ സ്ഥലത്തെത്തുകയും ചെയ്തു. പോലീസുകാർ ആ സ്ഥലത്തെത്തിയതിനു ശേഷം അന്വേഷണം കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ആ ഡ്രമ്മ് പൊടിക്കാനുള്ള നിർദ്ദേശം കാര്യങ്ങളും പോലീസുകാർ ഈ നാട്ടുകാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പിന്നീട് കൈക്കോട്ടൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീടാണ് ആ ഡ്രം ഇവർ പൊളിക്കുകയും ചെയ്തു. പിന്നീടാണ് ആ കോൺക്രീറ്റ് പാടി തല്ലി ഉടച്ചപ്പോഴാണ് പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടമാണ്. അതാണ് വളരെയധികം വലിയ രീതിയിൽ തന്നെ അത് പൊളിച്ചതിന് ശേഷം അവിടെ മുഴുവനായി നാറുന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിയപ്പോഴാണ് നീളമുള്ള മുടി പോലീസുകാർക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പഴയ 500 രൂപയുടെ നോട്ടും കാര്യങ്ങളും പോലീസുകാർക്ക് 3 നോട്ട് ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ കൊണ്ട് തന്നെ 2016 നോട്ട് നിരോധനം വരുന്നതിനെക്കാട്ടി മുമ്പെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർ മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ അന്വേഷിക്കുകയും പിന്നീടാണെങ്കിൽ ഓട്ടോപ്സിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പിന്നീടാണ് ഈ ശരീരം നേരെ കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാരുടെ ആദ്യത്തെ നിഗമനം എന്ന് പറയപ്പെടുന്നത് അതായത് ഇത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയും കാര്യങ്ങളും ആയിരിക്കുമെന്നായിരുന്നു. അത് മാത്രമല്ല ഇതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയതിന് ശേഷം പിന്നീടാണെങ്കിൽ 3 ദിവസം കഴിയുകയാണ്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ജനുവരി 11 തീയതി ആണെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ വക്കിൽ നിന്നും പിന്നീട് പോലീസുകാർക്ക് ഒരു വിളിയും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നൊരു സ്ക്രൂവും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന്. സാധാരണ സ്ക്രൂവും കാര്യങ്ങളുമല്ല, ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രൂവും കാര്യങ്ങളുമാണ് എന്ന് പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിക്കർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്ക്രൂവും കാര്യങ്ങളുമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനി എവിടെയാണ് ഉള്ളത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ട് വന്നപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കമ്പനിയും കാര്യങ്ങൾ സ്ഥിതി ചെയ്യപ്പെടുന്നത് എന്ന്. അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് ഈ കമ്പനിയെ പോവുകയും പിന്നീട് കമ്പനിയിൽ പോയതിനു ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഈ കമ്പനിയുടെ പക്കൽ ചോദിക്കുകയാണ് നിങ്ങൾ ഈ സ്ക്രൂ അധികമായിട്ട് സപ്ലൈയും കാര്യങ്ങൾ എവിടെയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരാണെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ അധികമായി ഇവർ സപ്ലൈയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഗുജറാത്തിലും അതുപോലെ തന്നെ കേരളത്തിലും ഞങ്ങൾ കൊച്ചിയിലുമാണ് ഇത് അമിതമായിട്ട് ഞങ്ങൾ സപ്ലൈയും കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ തന്നെ ഞങ്ങൾ ഈ സ്കൂളുകൾ നിർമ്മിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീടാണ് പോലീസുകാർ കൊച്ചിയിൽ എത്തിയതിനു ശേഷം വിവിധ തരത്തിൽ തന്നെ ഈ സ്കൂളുകൾ ഏത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല 2016 എന്ന കൊല്ലത്തിലുള്ള അന്വേഷണം കാര്യങ്ങളുമായിരുന്നു പോലീസുകാർ നടത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഇരിക്കെ പോലീസുകാർക്കാണെങ്കിൽ 6 ആൾക്കാർക്കാണ് ഈ സ്ക്രൂവും കാര്യങ്ങളും ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. അതിൽ 3 ആൾക്കാർ സ്ത്രീകളാണ്. അങ്ങനെ ഇരിക്കെ 2 നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ ആളുകളെ പോലീസുകാർക്ക് കാണാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു. പിന്നീടാണ് മൂന്നാമത്തത് ആരാണ് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ശകുന്തള എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിനകത്ത് ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഈ സ്ത്രീയുടെ നമ്പർ ലഭിക്കുക അവിടെ നിന്ന് ഈ നമ്പറിലോട്ട് പോലീസുകാർ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീയുടെ മൊബൈൽ ഫോൺ റിംഗ് അടിക്കുകയും പിന്നീട് ആ ഫോൺ അറ്റൻഡും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഇത് ശകുന്തളയുടെ നമ്പർ അല്ലേ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അപ്പുറത്തു നിന്നും മറുവശത്തു നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ എന്നായിരുന്നു. ഞാൻ ശകുന്തളയുടെ മോളാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പോലീസുകാർ ഇവളെ പക്കൽ ചോദിക്കാൻ ശകുന്തളക്കൊന്നും മൊബൈൽ ഫോൺ കൊടുക്കാമോ എന്ന്. അപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇവിടെ ഇല്ല, 2 കൊല്ലമായി വീട്ടിൽ വന്നിട്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പോലീസുകാരാണ് ലൊക്കേഷനും കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ പിന്നീടാണ് ഈ മകൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു. അവിടെ നിന്ന് പോലീസുകാരാണ് ഇവളെ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയാണ്. ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് അമ്മ ഞാനുമായി തെറ്റിയിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്തത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിലുള്ള പലതരത്തിലുള്ള കള്ളത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ഒടുവിലാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ പിന്നീട് തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയാണ്. ഈ സ്ത്രീക്കാണ് 2 മക്കളാണുള്ളത്. ആദ്യത്തെ ഒരു പെണ്ണും പിന്നീട് രണ്ടാമത്തെ ഒരു ആൺകുട്ടിയുമായിരുന്നു. പിന്നീടാണെങ്കിൽ ഈ സ്ത്രീ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ലോട്ടറി വിറ്റുകൊണ്ടായിരുന്നു ഈ 2 മക്കളെ നോക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു കൊലപാതക കുറ്റത്തിന് കുറ്റകൃത്യം കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ജയിലിൽ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ ഹസ്ബൻഡുമായി യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റും തന്നെ ഇല്ലാതെ തന്നെ ഈ 2 മക്കൾ ഈ സ്ത്രീ ആയിരുന്നു നോക്കി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഈ ഇളയക്കുട്ടിക്കാണെങ്കിൽ ഒരു ആക്സിഡന്റ് ആവുകയും പിന്നീടാണെങ്കിൽ കാർ ഈ ആൺകുട്ടിയുടെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന്റെ സങ്കടത്തിലാണ് ഇവ സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ദുഃഖത്തിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ പിന്നീടാണെങ്കിൽ ഇവളാണെങ്കിൽ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ ആണെങ്കിൽ ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ സ്ത്രീ ലോട്ടറി വിൽക്കാൻ വേണ്ടി പോവുകയാണ്. വർഷങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ലോട്ടറി വിൽക്കാൻ പോകുന്നതിനിടയിൽ തന്നെ ശകുന്തളയുടെ മകളെ കാണുകയാണ്.
മകളുടെ കയ്യിലാണ് 2 കുട്ടികളുണ്ട്. ഇവളെ ഹസ്ബൻഡ് ഇവളെ ഇട്ട് ചാടി എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് താൻ താമസിക്കുന്ന വാടക വീട്ടിലോട്ടാണെങ്കിൽ ശകുന്തളയാണ് മകളെയും കൂട്ടിക്കൊണ്ട് തന്നെ വരികയും ചെയ്തു. പിന്നീടാണ് മകളെ അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് സജിത്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഇവൾക്ക് സ്നേഹമാകുന്നത്. ഈ സജിത്താണെങ്കിൽ വീട്ടിലോട്ട് ഇവളെ കാണാൻ വേണ്ടി വരാറുമുണ്ടായിരുന്നു. ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശകുന്തളയുടെ മോളെ ഹസ്ബൻഡാണ് അത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഇത് കുറച്ച് ദിവസങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീയാണ് സജിത്തിന്റെ പക്കൽ പറയുകയാണ്, ശകുന്തള നീ ഇങ്ങനെ വീട്ടിൽ വരാൻ പാടില്ല, എൻ്റെ മകളായ അശ്വതിയെ നീ വിവാഹം കഴിക്കണം, നീ എന്തായാലും അശ്വതിയെ വിവാഹം കഴിക്കണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെ പിന്നീടാണ് ഈ സ്ത്രീക്ക് ആക്സിഡന്റ് ആവുകയും ചെയ്തു. ശകുന്തളക്ക് ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീടാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം സ്ക്രൂ ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാലിൽ. അങ്ങനെയൊക്കെ പിന്നീടാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജും കാര്യങ്ങളുമായിട്ട് വീട്ടിലോട്ട് വരികയും ചെയ്തു. വീട്ടിലോട്ട് വന്നതിന് ശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ശകുന്തളക്കാണെങ്കിൽ ചിക്കൻ ബോക്സ് പിടിപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അശ്വതി ആണെങ്കിൽ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് തന്നെ വാടകയ്ക്ക് വേറെ ഒരു മുറിയും കാര്യങ്ങളും എടുത്ത് ഔട്ട് ഹൗസിലോട്ട് മാറുകയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശകുന്തളയുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് ഈ രോഗം പിടിപെടണം എന്നതുകൊണ്ടാണ് ഞാൻ മാറി താമസിക്കുന്നത് എന്നായിരുന്നു. അങ്ങനെയൊക്കെ പിന്നീടാണ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെങ്കിൽ അശ്വതിയാണെങ്കിൽ നേരെ മക്കളെയും കൂട്ടി വീട്ടിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ അമ്മയെ അവിടെ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സജിത്തിനെയായിരുന്നു അവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. സജിത്തിന്റെ പക്കൽ ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സജിത്ത് പറഞ്ഞത് അമ്മ പോവൻ്റെ അടുത്ത് പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡൽഹിയിലുള്ള അമ്മയുടെ സുഹൃത്തുക്കളുടെ പക്കലായിരിക്കും അമ്മ പോയിട്ടുണ്ടാകുക എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് 2 കൊല്ലത്തോളം അമ്മ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അശ്വതിയുടെ പക്കൽ ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് പിന്നീടാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പിന്നീട് അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളും കൊടുത്തില്ല എന്ന്. അതിനെപ്പറ്റി പിന്നീടാണ് ഇവിടെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പിന്നീടാണ് സജിത്ത് പിന്നീട് ആരെയൊക്കെ അന്നേ സമയം വിളിച്ചിട്ടുണ്ട്, അതായത് സജിത്തിനെ ഈ ശകുന്തളയുടെ വീട്ടിൽ കണ്ടു എന്ന് പറയുന്ന ദിവസം സജിത്തിന്റെ മൊബൈൽ ഫോൺ നമ്പറിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് 4 പേരെ വിളിച്ചിട്ടുണ്ട് അന്ന ദിവസം എന്ന് പിന്നീട് മനസ്സിലാക്കി പോലീസുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 4 പേരും പിന്നീടാണ് പോലീസുകാർ പിടിച്ചുകൊണ്ടുവരികയും പിന്നീടാണ് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഈ 4 പേരും ഒരു ആൻസറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇവനാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡ്രഗ് ആണെങ്കിൽ എടുത്തുകൊണ്ടുപോയി ചാടാൻ വേണ്ടിയാണ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നായിരുന്നു ഈ 4 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 പേരുടെ പക്കലും പോലീസുകാർ ചോദിച്ചു, അതിൻ്റെ അകത്ത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഒരേ ആൻസർ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൃഗങ്ങളുടെ അസ്ഥികളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇറിഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഇവ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് നിയമവ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇല്ലീഗലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇവനാണെങ്കിൽ അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് തണുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഡ്രമ്മിൻ്റെ അകത്ത് നിന്നും കുറച്ച് നാറ്റവും കാര്യങ്ങളും വരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഡ്രം എവിടെയും കൊണ്ടുപോയി ചാടണം, എന്നെ അല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഇത് ഇല്ലീഗലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അവൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലീസുകാരുടെ പക്കൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പിന്നീടാണ് പോലീസുകാർ സജിത്തിനെ പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നത്. ജനുവരി 9, 2018 ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയും ചെയ്തു. ഈ ഹാർട്ട് അറ്റാക്ക് വന്ന തീയതിയും കാര്യങ്ങളും നിങ്ങൾ റെഡിക്ക് നോക്കണം. അതായത് ജനുവരി 8, 2018 ഈ സ്ത്രീ അടങ്ങിയിട്ടുള്ള ഡ്രം ആണെങ്കിൽ പോലീസുകാർ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ വാർത്തയും കാര്യങ്ങളും വളരെയധികം പിറ്റേ ദിവസം പിന്നീടാണ് പബ്ലിഷ് ആവുകയും ചെയ്തു. അന്നേ ദിവസം പിന്നീടാണെങ്കിൽ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് പിടിപെട്ട് മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസുകാരാണെങ്കിൽ ശകുന്തളയുടെ മകളായിട്ടുള്ള അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പോലീസുകാരാണെങ്കിൽ ഇവളെ പക്കൽ പോയതിനു ശേഷം പറയുകയാണ്, നീ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് നീ പോളിയോഗ്രാഫ് ടെസ്റ്റിന് വേണ്ടി നീ വിധേയമാകണമെന്ന് പറയുകയാണ്. ഇവക്കാണ് നുണ പരിശോധന ടെസ്റ്റിന് വിധേയമാകാൻ വേണ്ടിയിട്ടാണ് ഇവൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് കാരണവശാലും ഞാൻ ഉണ്ടാക്കില്ല, നുണ പരിശോധന ടെസ്റ്റിന് വിധേയമാക്കില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിയമവ്യവസ്ഥയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ നുണ പരിശോധന ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ നുണ പരിശോധന ടെസ്റ്റും കാര്യങ്ങളും അയാളെ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പിന്നീടാണ് ഇവളെ ഇത്തരത്തിൽ തന്നെ പിന്നീടാണെങ്കിൽ നുണ പരിശോധന ടെസ്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ പോലീസുകാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന സജിത്ത് എന്തിനാണ് ഈ സ്ത്രീയെ കൊലപാതകം ചെയ്തത്, അതുപോലെ തന്നെ മകളായിട്ടുള്ള അശ്വതിക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് ചെയ്യുകയാണ്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാർ.